നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 13ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി മൊഡ്യൂൾ കഴിഞ്ഞു അല്ലെ? ഇന്ത്യൻ ജോഗ്രഫി മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിൽ പിന്നെ പ്രവർത്തിച്ചവര്, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കർപ്പൻ, വി.ടി. ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും അല്ലെ? ഇതാണ് നമ്മുടെ സിലബസ്. അപ്പൊ നമ്മള് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിൽ പിന്നിൽ പ്രവർത്തിച്ചവര്, ഓക്കെ, അതേപോലെ തന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണങ്ങൾ അല്ലെ, ഇതുവരെയുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ക്ലാസ്സുകളായിട്ട് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി പുതിയ SCERT അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ട് പുതിയ SCERTയിലെ അരിച്ചു കലക്കി തന്നിട്ടുണ്ട്. ഞാൻ 2 ക്ലാസ് ഉണ്ട്. ആ 2 ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം? ഈ ക്ലാസ്സിന്റെ താഴെ 2 ക്ലാസ്സുകളുടെ ലിങ്ക് കൊടുക്കുക, പിൻ ചെയ്ത് വെക്കാം. മനസ്സിലാകുന്നുണ്ടോ? ആ 2 ക്ലാസ്സും നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ഈ ഫുൾ മേഖലകളും പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആണ്. എങ്ങനെയാണ് പറയേണ്ടത് ഉറപ്പിച്ചത് എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ 10 മാർക്ക് ഇതിൽ നിന്നുള്ളത് ഉറപ്പിക്കാം. ആ രീതിയിലാണ് നമ്മുടെ 3 ക്ലാസ്സുകൾ ഉള്ളത്. ഓക്കെ ആണല്ലോ? എങ്കിൽ ക്ലാസ്സിലേക്ക് പോകാം. എങ്കിൽ നമുക്ക് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ തന്നെ ആദ്യം വന്നിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് നമ്മൾ എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഒന്ന് നോക്കിക്കേ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. എവിടെയാണ് ഈ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകരയിലാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് ഈ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം അവിടെ ഒരു പ്രതിഷ്ഠ നടത്തി. മനസ്സിലായോ? അത് എപ്പോഴാണ്? 1888. ഞാൻ വീണ്ടും പറയുന്നില്ല. ഞാൻ ഇവിടെ കൊടുത്ത കാര്യങ്ങൾ മുഴുവൻ പ്രീവിയസ് ആണ്. ഇനി ഏത് ശ്രീനാരായണ ഗുരുവോ ഭഗവടാനന്ദനോ ആരാണെങ്കിലും കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇനി റിപ്പീറ്റേഷൻ ഞാൻ പറയില്ല കേട്ടോ. ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് എന്നത് ആരുടെയാണ് എന്ന സന്ദേശം നൽകിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം അല്ലെ? ഇവിടെ ഒരു മതം എന്നും കൂടിയിട്ട് കൂട്ടിച്ചേർക്കണം കേട്ടോ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ സന്ദേശമാണ്. അത് എപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം എപ്പോഴാണ് ആ സന്ദേശം നൽകിയത്? ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? 1924 അദ്ദേഹം ഈ സന്ദേശം നൽകുന്നത്. അപ്പൊ ആലുവ സർവമത സമ്മേളനം നടക്കുന്ന വർഷവും 1924 മനസ്സിലായോ? ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആലുവ സർവമത സമ്മേളനം നടക്കുന്നത് 1924. ആ സർവമത സമ്മേളനം നടക്കുന്ന സമയത്താണ് നമ്മുടെ ഗുരു എന്ത് പറയുന്നത്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സന്ദേശം നൽകുന്നത്. ഓക്കെ, എങ്കിൽ അദ്ദേഹം ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി. എവിടെയാണിത്? കളവങ്കോടാണ്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാണ്? കളവങ്കോട് ക്ഷേത്രത്തിലാണ്. അദ്ദേഹം SNDP സ്ഥാപിച്ചു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതാണ് SNDPയുടെ ഫുൾ ഫോം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. 1903 മെയ് മാസം 15, മാസം വിത്ത് ഡേറ്റ് പഠിച്ചോളണം. 1903 മെയ് 15 അദ്ദേഹം എവിടെയാണ് അതിന്റെ ആസ്ഥാനം ആക്കിയത്? കൊല്ലത്താണ്. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. എങ്കിൽ SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ആരാ? SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ അത് ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പാണ്. അതേപോലെ ഗുരുവിന്റെ ആദ്യത്തെ രചന ഏതാണ്? അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആദ്യ രചന ഏതെന്ന്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. തെറ്റിക്കാൻ പാടില്ല. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളൊക്കെ നോക്കിക്കേ. ദൈവദശകം, ആത്മോപദേശ ശതകം, നവമഞ്ചരി, ദർശനമാല, ജാതിമീമാംസ, ജീവകാരുണ്യ പഞ്ചകം, കാളി നാടകം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണ്. ദൈവദശകം, ആത്മോപദേശ ശതകം, നവമഞ്ചരി, ദർശനമാല, ജാതിമീമാംസ, ജീവകാരുണ്യ പഞ്ചകം, കാളി നാടകം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ. അവിടെ തെറ്റിക്കാൻ പാടില്ല. അതേപോലെ
അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നമ്മൾ പറഞ്ഞില്ലേ 1888 എന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് അദ്ദേഹം ആ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ ഒരു കാര്യം ആലേഖനം ചെയ്തിട്ടുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം എവിടെ സ്ഥിതി ചെയ്യുന്ന പറഞ്ഞത്? നെയ്യാറ്റിൻകരയിലാണ് അല്ലെ, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് എന്ന് പറഞ്ഞു. എങ്കിൽ ആ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് PSC. അതെവിടെയാണ്? അരുവിപ്പുറം പ്രതിഷ്ഠയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വചനങ്ങൾ എന്തൊക്കെയാണ്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ആരാണ്? വെരി ഇമ്പോർട്ടന്റ് ആണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അതേപോലെ തന്നെ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, അദ്ദേഹത്തിന്റെയാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, അദ്ദേഹത്തിൻ്റെതാണ്. അതേപോലെ തന്നെ ആത്മോപദേശ ശതകത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്. എന്താണ്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അത് ഏതിലെ വാക്കാണ്? ചോദിച്ച ചോദ്യമാണ്. അവനവൻ ആത്മ സുഖത്തിനാചരിക്കവേ എന്താ പറഞ്ഞത്? അപരത്തിന് സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജാതി മീമാംസയിലാണ് എന്ത് പറയുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് കേട്ടോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് എന്താണ്? അദ്ദേഹം ജാതി മീമാംസ എന്ന കൃതിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അദ്ദേഹം ആലുവ സർവമത സമ്മേളനം നടക്കുമ്പോഴും അദ്ദേഹം ഈ വാക്കുകളാണ് പറഞ്ഞത്. അവിടെ തെറ്റിക്കാൻ പാടില്ല. ഓക്കെയാണോ? എപ്പോഴാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്? 1925 കേട്ടോ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925 എങ്കിൽ ടാഗോർ എപ്പോഴാണ് സന്ദർശിച്ചത്? 1922 ടാഗോർ സന്ദർശിച്ചത്. അതേപോലെ തന്നെ അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത് 1912 3 പേരും വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. അയ്യങ്കാളിയെ 1912, ടാഗോറിനെ 22, ഗാന്ധിജിയെ 25. തെറ്റിക്കില്ലല്ലോ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെതാണ് SNDP എന്ന് പറഞ്ഞു അല്ലെ. ആ SNDPയുടെ മുഖപത്രം എന്താണ്? SNDPയുടെ മുഖപത്രം വിവേകോദയമാണ് കേട്ടോ. വിവേകോദയമാണ് SNDPയുടെ മുഖപത്രം എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൈതമുക്കാണ്. തിരുവനന്തപുരത്ത് കൈതമുക്കിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ അദ്ദേഹത്തിന്റെ പേരൊരു ആദ്യത്തെ ഒരു ഓപ്പൺ സർവകലാശാലയുണ്ട് അല്ലെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും കൊല്ലത്താണ് കേട്ടോ. അത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? 1888 അദ്ദേഹം എന്ത് പറഞ്ഞു? അരുവിപ്പുറം പ്രതിഷ്ഠ പറഞ്ഞു അല്ലെ. അരുവിപ്പുറം പ്രതിഷ്ഠ പറഞ്ഞു. അദ്ദേഹം ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് എപ്പോഴാ? ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് 1904 അദ്ദേഹം ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് കേട്ടോ. 1924 അദ്ദേഹം ശിവഗിരി മഠം സ്ഥാപിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, കണ്ണാടി പ്രതിഷ്ഠ എപ്പോഴാണ്? 1927. 1924 ആലുവ സർവമത സമ്മേളനം നടക്കുന്നത്. ആ ആലുവ സർവമത സമ്മേളനത്തിൽ വെരി ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യണേടാ. 1924 അദ്ദേഹത്തിന്റെ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ആലുവ അതായത് എങ്ങനെ ചോദിച്ചത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന മുദ്രാവാക്യം ശ്രീനാരായണ ഗുരു എപ്പോഴാണ് പറഞ്ഞത്? എന്ന് ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് പഠിക്കണേ. ബ്രഹ്മാനന്ദ ശിവയോഗിയെ നോക്കാം കേട്ടോ. ആദ്യം പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ശരിയായ പേര് എന്താണ് എന്ന് പഠിക്കണം. അദ്ദേഹത്തിന്റെ ശരിയായ പേര് എന്താണ്? യഥാർത്ഥ നാമം എന്താണ്? കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. പ്രീവിയസ് ആണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്തെന്ന് ചോദിച്ചാൽ കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. അതേപോലെ നിരീശ്വരവാദികളുടെ ഗുരു എന്ന് അറിയപ്പെടുന്നത്, അതേപോലെ ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്നത്,
1905 അദ്ദേഹം മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിക്കുന്നത്. മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിക്കുന്നത് 1905 അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ശ്രീ വിദ്യാഭൂഷിണി. ഏതാണ്? സ്ത്രീ വിദ്യാഭൂഷിണി, ആനന്ദക്കുമ്മി, സ്ത്രീ വിദ്യാഭൂഷിണി, അതേപോലെ തന്നെ ആനന്ദക്കുമ്മി. ഓക്കെ, ഇതൊക്കെ ആരുടേതാണ്? അതേ ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നുണ്ട് 1918. വർഷം പഠിക്കണം കേട്ടോ, വർഷം പഠിക്കണം. അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നത് 1918. ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നത് ആരാണ്? ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1918. അതുപോലെ തന്നെ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, ഇനി തെറ്റിക്കാൻ പാടില്ല. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? വാഗ്ഭടാനന്ദ കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളൂ. കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ബാല്യകാല നാമം എന്താ? ഇവിടെ രണ്ടും ചോദിച്ച ചോദ്യമാണ് കേട്ടോ. കാരാട്ട് ഗോവിന്ദമേനോൻ എന്നുള്ളത് യഥാർത്ഥ നാമം. എങ്കിൽ ബാല്യകാല നാമം എന്താണ്? ബാല്യകാല നാമം, ബാല്യകാലത്ത് അദ്ദേഹം അറിയപ്പെട്ടത് ഗോവിന്ദൻകുട്ടി എന്നാണ്. എന്താണ്? നമ്മുടെ ഹരിഹരണങ്ങളിലൊക്കെ ഇല്ലേ ഗോവിന്ദൻകുട്ടി വിട്ടോടാ എന്ന് പറയില്ലേ, അതുപോലെ കേട്ടോ. ഗോവിന്ദൻകുട്ടി, ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി, യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്ന ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതേപോലെ തന്നെ പുരുഷസിംഹം എന്നറിയപ്പെട്ടതും അദ്ദേഹം തന്നെയാണ് കേട്ടോ. എന്താണ്? പുരുഷസിംഹം, പുരുഷസിംഹം എന്ന് അറിയപ്പെട്ടതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹം മോക്ഷപ്രദീപം എന്നത് 1905 ശ്രീ വിദ്യാഭൂഷണി, ആനന്ദക്കുമ്മിയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നത് 1918. അവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നത്, ഒന്ന് മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി ആണെങ്കിൽ അവരുടെ മോക്ഷപ്രദീപ ഖണ്ഡനം ആരുടേതാണ്? മോക്ഷപ്രദീപനെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം അത് ചട്ടമ്പി സ്വാമികളുടേതാണ് കേട്ടോ. മോക്ഷപ്രദീപം ശിവയോഗിയുടേതാണെങ്കിൽ മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികൾ. അടുത്ത നോക്കുക, കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ജനിച്ച സ്ഥലം ചോദിച്ചിട്ടുണ്ട്, കൈനകരിയിലാണ്. കൈനകരി എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ആലപ്പുഴയിലാണ് കേട്ടോ. കൈനകരി എവിടെയാണ്? ആലപ്പുഴ. കേരള സാക്ഷരതയുടെ പിതാവാണ് അദ്ദേഹം. അദ്ദേഹം CMI സഭ, CMI എന്ന് പറഞ്ഞാൽ കാർമലറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്, അതൊരു സന്യാസി സംഘമാണ്. അതൊരു 1831 അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് അമലോത്സവ ദാസ സംഘം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഈ പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിദ്യാലയങ്ങളിലൊക്കെ ചാവറയച്ചൻ ആരംഭിച്ച ഒരു സംരംഭമാണ് ഇത്, പിടിയേരി സമ്പ്രദായം. വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് പിടിയേരി സമ്പ്രദായം. അതേപോലെ തന്നെ ആത്മാനുതാപം വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു ക്രിസ്തീയ ഖണ്ഡകാവ്യമാണ് ആത്മാനുതാപം എന്ന് പറയുന്നത്. അതേപോലെ ധ്യാന സല്ലാപങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാവറയച്ചനെ കുറിച്ചിട്ട് പഠിക്കണം കേട്ടോ. കേരള സാക്ഷരതയുടെ പിതാവ്. അദ്ദേഹം ജനിച്ച സ്ഥലം കൈനകരിയിലാണ്, ആലപ്പുഴയാണ്. CMI സഭ സ്ഥാപിക്കുന്നത് 1831. അമലോത്സവ ദാസ സംഘം സ്ഥാപിച്ചു. പിടിയേരി സമ്പ്രദായം, ആത്മാനുതാപം, ധ്യാന സല്ലാപം ഇതൊക്കെ ആരുടേതാണ്? ചാവറയച്ചന്. അതേപോലെ തന്നെ അദ്ദേഹം മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ ഒരു മുന്നേറ്റമാണ് ഏത്? വാഴത്തട വിപ്ലവം കേട്ടോ. ഏതാണ്? വാഴത്തട വിപ്ലവം. വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ചാവറയച്ചനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം. അടുത്ത നമുക്ക് നമ്മുടെ ചട്ടമ്പിയെ കുറിച്ച് പഠിക്കാം അല്ലെ. ചട്ടമ്പി സ്വാമികൾ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ എന്താ പറയാ? സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് അല്ലെ. ആരാണ്? സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലൂരാണ്. കൊല്ലൂർ കേട്ടോ. കൊല്ലൂരാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. കൊല്ലൂർ എന്ന് പറഞ്ഞാൽ അതായത് കണ്ണമൂല കൊല്ലൂർ എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് എന്ത്?
യഥാർത്ഥ നാമമാണ് അയ്യപ്പൻ. യഥാർത്ഥ നാമം അയ്യപ്പൻ. അയ്യപ്പൻ യഥാർത്ഥ നാമം അദ്ദേഹത്തിൻ്റെത് എന്താണ്? അയ്യപ്പൻ എന്നാണ്. അതേപോലെ തന്നെ ബാല്യകാല നാമമാണ് ഏത്? കുഞ്ഞൻ പിള്ള. കുഞ്ഞു കുട്ടിയാകുമ്പോഴല്ലേ കുഞ്ഞൻ പിള്ള. ബാല്യകാല നാമമാണ്. ഓക്കെ, അദ്ദേഹം കണ്ണമ്മൂലിലാണ് ജനിച്ചത് അല്ലെ. കണ്ണമ്മൂല, കൊല്ലൂര്, തിരുവനന്തപുരത്ത്. കൊല്ലൂർ ജില്ലയിലെ കൊല്ലൂര്, കണ്ണമ്മൂല, തിരുവനന്തപുരം. അദ്ദേഹത്തിന്റെ ജനനസ്ഥലത്ത് പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അയ്യപ്പൻ യഥാർത്ഥ നാമം, കുഞ്ഞൻ പിള്ള ബാല്യകാല നാമം. അദ്ദേഹത്തിൻ്റെത് പ്രശസ്തമായ ഒരു ഇതാണ് ഏത്? വേദാധികാര നിരൂപണം. അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണേ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, നിജാനന്ദ വിലാസം, ജീവകാരുണ്യ നിരൂപണം, ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ശ്രദ്ധിച്ചു പഠിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് കുറെ വിശേഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങള്? സർവവിദ്യാധിരാജൻ അല്ലെ. പിന്നെ എന്താ പറയുക? ബാലഭട്ടാരകൻ. എന്താണ്? ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നത്. കാവി ധരിക്കാത്ത സന്യാസി. എന്താണ്? കാവി ധരിക്കാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി. കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. കാവിയില്ല, കമണ്ഡലമില്ല, അതില്ലാത്ത സന്യാസി. ഇതൊക്കെ ആരാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അതേപോലെ തന്നെ പ്രീവിയസ് ഒരു ചോദ്യം വിട്ടിട്ടുണ്ട്. എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പഠിക്കണേ. പന്മനയിലാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? പന്മന കേട്ടോ. എവിടെയാണ്? പന്മന. പഠിച്ചു വെക്കണം. വേദാധികാര നിരൂപണം എന്താണ്? എന്താണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്? നമ്മുടെ വേദപഠനം ഉണ്ടല്ലോ, അത് ബ്രാഹ്മണർക്ക് മാത്രമാണ് വേദങ്ങൾ പഠിക്കുക അല്ലെ. അത് ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല, അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണ് സമർപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട കൃതിയും ഏത് തന്നെയാണ്? വേദാധികാര നിരൂപണമാണ്. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. കാരണം ഈ വേദാധികാര നിരൂപണത്തിലെ വാക്കുകൾ എന്ന് പറയുമ്പോൾ അത്രയും എന്താണ്? അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ വാക്കുകൾ കത്തിപ്പോകാത്ത കാരണം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. അതുപോലെ തന്നെ പരശുരാമൻ നമ്മുടെ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന് പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ഒരു കൃതിയാണ് ഏത്? പ്രാചീന മലയാളം കേട്ടോ. നമ്മൾ പറയല്ലേ പരശുരാമൻ മഴുവൂറിട്ടാണ് കേരളം ഉണ്ടായി എന്ന് പറയില്ലേ. പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന് പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. ഓക്കെ, അതേപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ മോക്ഷപ്രദീപം. അതിനെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ഇത് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ സമുദായത്തിൽ ആദ്യ ഭാഷ തമിഴാണ് എന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? ആദിഭാഷ എന്ന് പറയുന്നത് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളമാണ്. പഠിച്ചു വെക്കണം, തെറ്റിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ാണോ? പഠിച്ചോ? സെറ്റായോ? അതേപോലെ തന്നെ അവിടെ ഒരു പറയാൻ വിട്ട കാര്യം, നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ബോധേശ്വരൻ കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു ബോധേശ്വരൻ. എന്താ ഓർമ്മ വരിക? നമുക്ക് ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരതഹിരിണി അല്ലേ. അതാരുടേതാണ്? കേരള ഗാനമാണ് അല്ലെ. അതിന്റെ കർത്താവാണ് ആര്? ബോധേശ്വരൻ. നമുക്കറിയാം 2014 കേരള ഗാനത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായിട്ട് 2014 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നത് കേട്ടോ. കേരള ഗാനമായിട്ട് കേരള ഗവൺമെന്റ് 2014 അതിന് എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്. പഠിച്ചു വെക്കാം. ഇനി അടുത്ത നമുക്ക് നമ്മുടെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പഠിക്കാം. ആദ്യം വൈകുണ്ഠ സ്വാമികൾ പഠിക്കേണ്ടത് എപ്പോഴും എന്തായിരിക്കണം? സ്വാമിത്തോപ്പ് അല്ലെ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സ്വാമിത്തോപ്പാണ്. എവിടെയാണ്? കന്യാകുമാരിയിലാണ് സ്വാമിത്തോപ്പ്
സ്ഥിതി ചെയ്യുന്നു. ഞാനിവിടെ കൊടുത്ത ഒന്നും പ്രീവിയസ് ആയിട്ട് ഇല്ലാത്തില്ല കേട്ടോ. സ്വാമിത്തോപ്പാണ്. ഞാൻ ഇനി എക്സ്ട്രാ പറയുന്നതും എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. സ്വാമിത്തോപ്പ് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. ഓക്കെ ആണോ? മുടിചൂടും പെരുമാൾ എന്ന് അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെട്ടിരുന്ന ഒരു നാമമാണ് ഇത് മുടിചൂടും പെരുമാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ് ആര്? വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമുക്കറിയില്ലേ ഈ ഊഴിയം അതുപോലെ വിരുത് തുടങ്ങിയ ജന്മിത്വ സമ്പ്രദായങ്ങളുണ്ടല്ലോ, ഊഴിയം അതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠ സ്വാമികൾ സ്വാതി തിരുനാളിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജാവിനായിരിക്കുമല്ലോ പണ്ട് കാലത്തൊക്കെ അധികാരം കൂടുതൽ. ആ രാജാധികാരത്തെയൊക്കെ എതിർത്ത ഒരാളാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതിയാണ്, വാക്കുകളാണ് ഇത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം അല്ലേ? എന്താണ്? വേല ചെയ്താൽ കൂലി കിട്ടണം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠ സ്വാമികളുടേതാണ്. അതേപോലെ നോക്കെ രാജാധികാരെ എതിർത്തു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നതാണ് അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം സമത്വ സമാജം സ്ഥാപിക്കുന്നത് 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത് 1836. എന്താ ഈ സമത്വ സമാജത്തിന്റെ പ്രത്യേകത? നമ്മുടെ കേരളത്തില് സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതാണ് അഖിലത്തിരുട്ട്, അരുൾനൂല്, നിഴൽത്താങ്കൽ എന്ന ആരാധനാലയം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. പിന്നെ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്, തുവയൽ പന്തി കൂട്ടായ്മ സംഘടിപ്പിച്ചത്, മുന്തിരിക്കിണർ സ്ഥാപിച്ചത്, സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. നിലവിളി സമരം നടത്തിയത്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത്, ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ, ഇതൊക്കെ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മനസ്സിലായോ? തെറ്റിക്കാൻ പാടില്ല. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? നിലവിളി സമരം എന്താണെന്നറിയോ? എന്താ നിലവിളിക്കുക? അതായത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനമാണ് ഇന്ന് മാർച്ച് മാസം 12-ാം തീയതി അദ്ദേഹത്തിന്റെ ജന്മദിനമാവും. അത് ആ മാർച്ച് 12 എന്ത് ചെയ്യണം? പൊതു അവധിയാക്കുക എന്ന ആവശ്യമായിട്ട് വൈകുണ്ഠ സ്വാമി ധർമ്മപ്രചാരണ സഭ നടത്തിയ സമരമാണ് ഏത്? അതായത് വൈകുണ്ഠ സ്വാമി നടത്തിയതല്ല, വൈകുണ്ഠ സ്വാമിയുടെ പേരിലൊരു പ്രചാരണ സഭ ഉണ്ടായിരുന്നു, അവര് നടത്തിയതാണ് ഇത് നിലവിളി സമരം. നിലവിളി സമരം നടത്തിയ വർഷം 2014 കേട്ടോ. നമ്മൾ നിലവിളി സമരം നടന്നത് എപ്പോന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ അന്തകാലത്തിലേക്ക് പോകും അല്ലേ? പക്ഷെ എപ്പോഴാണ്? 2014 കേട്ടോ. അതേപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠ സ്വാമികൾ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? വെണ്ണീച്ച ഭരണം എന്നാണ് കേട്ടോ. അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ അദ്ദേഹം വെണ്ണീച്ച ഭരണം എന്ന് പറഞ്ഞു. എന്നാൽ തിരുവിതാംകൂറുകാരുടെ ഭരണത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹം എങ്ങനെയാണ്? കരിനീച ഭരണം എന്നാണ് കേട്ടോ. എന്താണ്? കരിനീച ഭരണം എന്നാണ്. ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. സ്വാമിത്തോപ്പയുടെ കന്യാകുമാരിയിലെ മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടത് കുട്ടിക്കാലത്ത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. രാജാധികാരത്തെ എതിർത്തിട്ടും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന്. സമത്വ സമാജം 1834 കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. അഖിലത്തിരുട്ട്, അരുൾനൂല്, ഇതൊക്കെ ആരാണ് കൊണ്ടുവന്നത്? സ്ഥാപിച്ചത്? എന്താണ് അഖിലത്തിരുട്ട്, അരുൾനൂല് വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അല്ലെ? എന്താണ് പിന്നെ നിഴൽത്താങ്കൽ അദ്ദേഹത്തിന്റെ ആരാധനാലയമാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമി ആരംഭിച്ച ആരാധനാലയം നിഴൽത്താങ്കല്. അദ്ദേഹം മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് ഇത് അയ്യാവഴി. അദ്ദേഹം സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സമപന്തി ഭോജനം അദ്ദേഹമാണ് സംഘടിപ്പിച്ചത്. സമപന്തി ഭോജനം തെറ്റിക്കാൻ പാടില്ല, അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ ക്വസ്റ്റ്യന്. മനസ്സിലായോ? അതുപോലെ തന്നെ തുവയൽ പന്തി കൂട്ടായ്മ. എന്താ തുവയൽ പന്തി കൂട്ടായ്മ? അതായത് ഒരു ജീവിതം ജീവിക്കുന്ന സമയത്ത് നല്ല ചിട്ടയും നല്ല വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കണം എന്നാണ് ആര് പറയുന്നത്? വൈകുണ്ഠ സ്വാമികൾ പറയുന്നത്. മനസ്സിലായോ? വൈകുണ്ഠ സ്വാമികളുടെ തുവയൽ പന്തി കൂട്ടായ്മയിൽ എന്താണ് പറയുന്നത്? നല്ല ചിട്ടയായിട്ടും നല്ല വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? തുവയൽ പന്തി കൂട്ടായ്മ. അതുപോലെ തന്നെ അദ്ദേഹം മുന്തിരിക്കിണർ സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ എന്നൊക്കെ പറയാം. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ
ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠ സ്വാമികൾ നിർമ്മിച്ച ഒരു കിണറാണ് ഇത്, മുന്തിരി കിണർ. അദ്ദേഹം സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ വൈകുണ്ഠ സ്വാമികൾ. അതേപോലെ തന്നെ നിലവിളി സമരം നടത്തിയ നമുക്കറിയാം 2014 ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെന്നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹം തിരുവിതാംകൂറുകാരുടെ ഭരണത്തെ കരിനീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത്. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്, അതായത് നമുക്കറിയാം ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം അല്ലെ, പ്രചോദനം നൽകിയ ഒരു ആത്മീയ നേതാവാണ് ആര്, വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ദേവദാസി സമ്പ്രദായത്തെയൊക്കെ എതിർത്തതാണ് കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പറയില്ലേ, നിലവിളി സമരം March 12 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്ന് പറയല്ലേ. നാടാർ സമുദായത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, നിയന്ത്രിത അവധി പൊതുവായിട്ട് കൊടുത്തിട്ടില്ല, നാടാർ സമുദായത്തിന് മാത്രം നിയന്ത്രിത അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നോക്ക്, വാഗ്ഭടാനന്ദൻ അല്ലേ. വാഗ്ഭടാനന്ദന്റെ ആദ്യം പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, പ്രീവിയസ് ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വീണ്ടും പറഞ്ഞു പോകുന്നത് കേട്ടോ. പാഠ്യമാണ്, പാഠ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. പാഠ്യം എവിടെയാണ്, കണ്ണൂരാണ് കേട്ടോ, കണ്ണൂരാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മഗൃഹം ചോദിച്ചിട്ടുണ്ട്, വയലേരി വീട്. വയലേരി വീട് ജന്മഗൃഹമായിട്ടുള്ള നവോത്ഥാന നായകൻ ആരെ എന്ന് ചോദിച്ചിട്ടുണ്ട്, വാഗ്ഭടാനന്ദന്റേതാണ് വയലേരി വീട്. വാഗ്ഭടാനന്ദന്റേതാണ് വയലേരി വീട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്, വയലേരി കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ. ഇനി അതേപോലെ തന്നെ ബാലഗുരു അല്ലെ, എന്താണ് ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്, വാഗ്ഭടാനന്ദനാണ് ബാലഗുരു എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി അദ്ദേഹമാണ് പ്രീതി ഭോജനം സംഘടിപ്പിക്കുന്നത്. 1927 പ്രീതി ഭോജനം എവിടെ വെച്ചിട്ടാണ്, കോഴിക്കോട് വെച്ചിട്ടാണ് അദ്ദേഹം പ്രീതി ഭോജനം സംഘടിപ്പിക്കുന്നത് 1927. അതേപോലെ തന്നെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാ, വാഗ്ഭടാനന്ദനാണ്. ചോദിച്ച ചോദ്യമാണ്. നമ്മൾ സാധാരണ ശ്രീനാരായണ ഗുരു കേരളത്തിലെ നവോത്ഥാന നായകൻ എന്ന് പറയാം, എന്നാൽ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ് കേട്ടോ. ഓക്കെ ആണോ. ഇനി അദ്ദേഹം ഒരു മാസിക ആരംഭിച്ചു. വാഗ്ഭടാനന്ദന്റെ ഒരു മാസികയാണ് ഏത്, യജമാനൻ എന്ന മാസിക. യജമാനൻ എന്ന മാസിക വാഗ്ഭടാനന്ദന്റേതാണ്. അതേപോലെ തന്നെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ, എന്താ ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഇപ്പോഴും നിലവിലുണ്ട്, ഇപ്പോഴും സർക്കാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഊരാളുങ്കൽ ഇവർക്കൊക്കെയാണ് എന്ത് ചെയ്യുക, കോൺട്രാക്ട് കൊടുക്കുക. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അത് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു 1917 കേട്ടോ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് 1917. ഈ ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ഏതാണ്, ആത്മവിദ്യയാണ് കേട്ടോ. ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ആത്മവിദ്യയാണ്. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം എന്താണ്, ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളമാണ്. അഭിനവ കേരളമാണ്. എന്നാൽ ഈ അഭിനവ കേരളത്തിലെ മുദ്രാവാക്യം എന്താണ്, അഭിനവ കേരളത്തിലെ മുദ്രാവാക്യം ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ കണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. അതേപോലെ തന്നെ സ്വതന്ത്ര ചിന്താമണി എന്ന കവിത ആരുടേതാണ്, സ്വതന്ത്ര ചിന്താമണി എന്ന കവിത അദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ. പഠിച്ചു വെക്കണം. അദ്ദേഹത്തിന്റെ പ്രശസ്ത പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യ, ഏതാണ് ആത്മവിദ്യ. അതേപോലെ തന്നെ ശിവയോഗ വിലാസം, ഏതാണ് പ്രീവിയസ് ചോദ്യമാണിത്. ശിവയോഗ വിലാസം, ശിവയോഗ വിലാസം. അഭിനവ കേരളം, അഭിനവ കേരളം വാഗ്ഭടാനന്ദന്റേതാണ്. അഭിനവ കേരളം. യജമാനൻ, ഓക്കെ, യജമാനൻ. ആത്മവിദ്യ എന്നത് സ്ഥാപിച്ചത് 1914 അദ്ദേഹത്തിന്റെ മാസിക പുറത്തിറക്കുന്നത് ഏതാണ്, ആത്മവിദ്യ. ഇതൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഏത്, ഒരു മിനിറ്റ്. ആത്മവിദ്യ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. എന്നാൽ ശിവയോഗ വിലാസം എന്ന മാസിക അദ്ദേഹം പുറത്തിറക്കുന്നത് 1914 കേട്ടോ. ശിവയോഗ വിലാസം 1914. അഭിനവ കേരളം 1921. യജമാനൻ എന്ന മാസിക പുറത്തിറക്കുന്നത് 1939 കേട്ടോ. അത്രയും കാര്യങ്ങൾ അവിടെ നോക്കാം. അടുത്ത് നമുക്ക് നമ്മുടെ അയ്യങ്കാളിയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അയ്യങ്കാളിയുടെ വർഷം, ഡേറ്റ് പഠിക്കണം. ജനിച്ച സ്ഥലം, ജനിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് PSC. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അയ്യങ്കാളിയുടെ എന്താണ് എന്നുള്ളത്. അയ്യങ്കാളി ആയാണ്, അതുകൊണ്ട് മാസം ഓഗസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. ഓഗസ്റ്റ് 28, ഓഗസ്റ്റ് എന്ന് പറയുന്നതും 8ാം മാസം അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. 1863
ഓഗസ്റ്റ് മാസം 28-നാണ് അദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ് ജനിക്കുന്നത്? വെങ്ങാനൂര്. വെങ്ങാനൂർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അദ്ദേഹം പുലിയ സമുദായത്തിലാണ് ജനിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് ആര്? അയ്യങ്കാളി. അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തുന്നുണ്ട്. 1893 അദ്ദേഹം പ്രശസ്തമായിട്ടുള്ള ഒരു വില്ലുവണ്ടി യാത്ര നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തുന്നത്? ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര 1893 നടത്തുന്നത്. എവിടെ മുതൽ? വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ. വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം സംഘടിപ്പിക്കുന്നത് അയ്യങ്കാളിയാണ്. അദ്ദേഹമാണ് കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത്. എന്നാൽ വെറും പള്ളിക്കൂടം സ്ഥാപിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമി. എന്നാൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളി. അതേപോലെ തന്നെ അദ്ദേഹം പിന്നോക്ക ജാതിപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അദ്ദേഹം ശ്രീമൂലം തിരുനാളിനൊക്കെ നിവേദനം കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പിന്നോക്ക ജാതിപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിലേക്ക് പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ്. അതേപോലെ തന്നെ പെരിനാട് ലഹള നടക്കുന്നുണ്ട്. പെരിനാട് ലഹള എപ്പോഴാണ്? 1915 കേട്ടോ. പെരിനാട് ലഹള നടക്കുന്നത് എപ്പോഴാണ്? 1915. പിന്നെ ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള, ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തിൻ്റെതാണ് അല്ലെ. പുലിയ ലഹളയുടെ മറ്റൊരു പേരുകളാണ് ഏത്? പുലിയ ലഹളയുടെ ഇവിടെ ഉണ്ടല്ലോ. പുലിയ ലഹള നടത്തുന്നത് 1915. പുലിയ ലഹളയുടെ മറ്റു പേരുകളാണ് ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക്, പഠിക്കണേ, ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1911. പ്രീവിയസ് ചോദ്യമാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1911 ഡിസംബർ മാസം 5-ാം തീയതിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്, അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ്. അതേപോലെ വേറെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? പ്രീവിയസ് ചോദ്യമാണ്. അന്നത് നല്ലൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് എന്താണ്? പാഞ്ചജന്യം എന്നാണ് കേട്ടോ. അത് പഠിച്ചു വെക്കണേ. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് എന്താണ്? പാഞ്ചജന്യം എന്നാണ് കേട്ടോ. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ നമ്മുടെ ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ്. അതേപോലെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതോ? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതും ഇന്ദിരാഗാന്ധിയാണ്. അദ്ദേഹത്തെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതും ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് ആര്? അയ്യങ്കാളി. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് EK നായനാറാണ്. ആരാണ്? EK നായനാറാണ് കേട്ടോ. അതുപോലെ തന്നെ ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ളത് ആരാണ്? അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഞാനിതാ പുലിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതും ആരാണ്? നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതേപോലെ അദ്ദേഹത്തിന്റെ വേറൊരു കോട്ടിങ് ഉണ്ട്. എന്താണ്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കല്ലേ, സ്കൂളിൽ പ്രവേശനം നൽകിയില്ലെങ്കിൽ പാഠത്തിന് ഞങ്ങൾ പണിക്കിറങ്ങില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താകും? ആര് ചെയ്യും? അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ ഇറക്കിയത് ആരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല ആരാ? ചോദിച്ച ചോദ്യമാണ്. അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല നമ്മുടെ കേന്ദ്ര സർവകലാശാലയാണ്. കാസർഗോഡുള്ള കേന്ദ്ര സർവകലാശാലയാണ് കേട്ടോ. കേന്ദ്ര സർവകലാശാലയാണ് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ചത്. അതുപോലെ തന്നെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ? കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെ? അയ്യങ്കാളി ഭവൻ. തൃശ്ശൂർ എന്താണ്? അയ്യങ്കാളി ഭവൻ. അതുപോലെ അയ്യങ്കാളിയുടെ സ്മാരകം ഏതാണ്? ചിത്രകൂടമാണ്. ഇത് രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. അയ്യങ്കാളിയുടെ സ്മാരകം ചിത്രകൂടമാണ്. എന്നാൽ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. അദ്ദേഹം പുലിയ സമുദായത്തിലാണ് ജനിച്ചത്. 1863 ഓഗസ്റ്റ് 28-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ്. അദ്ദേഹം വില്ലുവണ്ടി യാത്ര 1893-ലാണ് നടത്തുന്നത്. വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടത്തിയത്, കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത്, അതുപോലെ
പെരിനാട് ലഹള നടത്തിയത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907. പുലയ ലഹള സംഘടിപ്പിച്ചത്. പുലയ ലഹളയുടെ മറ്റു പേരുകളാണ് ഊരിട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. നെടുമങ്ങാട് ചന്തലഹള സംഘടിപ്പിച്ചതും ആരാണ്? നെടുമങ്ങാട് ചന്തലഹള അദ്ദേഹം നമ്മുടെ അയ്യങ്കാളിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രകൂടം പാഞ്ചജന്യം അല്ലെ, പാഞ്ചജന്യം എന്താണ്? അദ്ദേഹത്തിന്റെ ശവകുടീരമാണ്. ഏത്? പാഞ്ചജന്യം. അദ്ദേഹത്തിന്റെ സ്മാരകമാണ് ചിത്രകൂടം എന്ന് പറയുന്നത്. അതേപോലെ പുലയരുടെ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയാണ്. മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് E.K. നായനാറാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സർവകലാശാല സ്ഥാപിച്ചത് കേന്ദ്ര സർവകലാശാല കാസർഗോഡാണ്. പിന്നെ അദ്ദേഹം പ്രജാസഭയിലേക്ക് അംഗമായത് 1911-ലാണ്. പുലയരുടെ ലഹള, പുലയ ലഹള 1915-ലാണ്. അതിന്റെ മറ്റു പേരുകളാണ് ഊരിട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. സാധുജന പരിപാലന സംഘം സംഘടിപ്പിച്ചത് 1907-ലാണ്. അതുപോലെ തന്നെ നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912-ലാണ്. ഓക്കെ, അതിന് നേതൃത്വം നൽകിയ വ്യക്തിയും അയ്യങ്കാളിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നെടുമങ്ങാട് ചന്തലഹള സംഘടിപ്പിച്ചത്? അയിത്തജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചു, അതിനെതിരെയാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. വർഷം 1896. എത്ര പേരാണ് അതിൽ ഒപ്പുവെച്ചത്? 13, 17, 6 അല്ലെ, 13,176 പേരാണ് അതിൽ ഒപ്പുവെച്ചത്. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഓക്കെ ആണോ? എന്നാൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ആർക്ക്? കേഴ്സൺ ആണ് കേട്ടോ, കേഴ്സൺ പ്രഭുവിനാണ് 1900 കേട്ടോ. ഇനി നമ്മുടെ ഈ ഡോക്ടർ പൽപ്പുവിനെ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഒരു ചോദ്യമാണ് ഇത്. പ്രീവിയസ് 2015 ഒരു എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. ആരാണ്? സരോജിനി നായിഡു. ഓക്കെ ആണോ? ഇനി ഈ ഡോക്ടർ പൽപ്പുവിനെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മാനസപുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാനാണ് കേട്ടോ. അതേപോലെ തന്നെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? റിട്ടി ലൂക്കോസ് ആണ്. ആരാണ്? റിട്ടി ലൂക്കോസ് ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ മലയാളി മെമ്മോറിയൽ ഉണ്ട് അല്ലെ, ഈഴവ മെമ്മോറിയൽ ഉണ്ട്, മലയാളി മെമ്മോറിയൽ നേതൃത്വം കൊടുത്തത് ആരാണ്? മലയാളി മെമ്മോറിയലിന് GP പിള്ളയാണ്. ആരാണ്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് GP പിള്ള കേട്ടോ. അയ്യപ്പനെ കുറിച്ച് നോക്കാം. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് ചെറായിലാണ്. ചെറായി എറണാകുളം ജില്ലയിലാണ്. സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് ചെറായിലാണ്, എറണാകുളം ജില്ലയിലാണ്. ഓക്കെ ആണോ? അദ്ദേഹം സഹോദര സംഘം സ്ഥാപിച്ചു അല്ലെ, 1917 സഹോദര സംഘം സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് അല്ലെ. മിശ്രഭോജനം സംഘടിപ്പിച്ചത് എപ്പോഴാണ്? 1917 തന്നെയാണ് മിശ്രഭോജനം സംഘടിപ്പിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ ചെറായിലാണ് കേട്ടോ. മിശ്രഭോജനം സംഘടിപ്പിച്ചത് എവിടെയാണ്? ചെറായിലാണ്. അതേപോലെ തന്നെ സഹോദരൻ എന്ന മാസിക അദ്ദേഹത്തിൻ്റെതാണ്. വേലക്കാരൻ എന്ന പത്രം അദ്ദേഹത്തിൻ്റെതാണ്. അതേപോലെ ഈ മാവേലി നാടു വാണിടും കാലം എന്ന കവിത സഹോദരൻ അയ്യപ്പൻ്റെതാണ്. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായിട്ട് അറിയപ്പെടുന്നത്, കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായിട്ട് അറിയപ്പെടുന്നത് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിക്കുന്നത്. അതേപോലെ യജമാനൻ എന്ന മാസിക, ഏതാണ്? യജമാനൻ. ഇവിടെ സഹോദരൻ എന്ന മാസികയുണ്ട്, യജമാനൻ എന്ന മാസികയുണ്ട്. അതേപോലെ തന്നെ അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ
ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, പുലയനയ്യപ്പൻ എന്നറിയപ്പെടുന്നത് ഒക്കെ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. അവിടെ ശ്രദ്ധിക്കണേ. ചെറായിൽ, എറണാകുളത്ത് ചെറായിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സഹോദര സംഘം 1917 സ്ഥാപിക്കുന്നതും മിശ്രഭോജനം സംഘടിപ്പിക്കുന്നതും 1917 ചെറായിലാണ്. സഹോദരൻ എന്ന മാസികയും യജമാനൻ എന്ന മാസികയും സഹോദരൻ അയ്യപ്പന്റേതാണ്. വേലക്കാരൻ എന്ന പത്രം, മാവേലി നാടു വാണിയിടും കാലം എന്നത് ആരുടേതാണ്? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക്. വേലക്കാരൻ ഇതൊരു മാസികയാണ്. അത് ആരുടേതാണ്? സഹോദരൻ അയ്യപ്പന്റേതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ, വേലക്കാരൻ സഹോദരൻ അയ്യപ്പന്റേതാണ്. എന്നാൽ യജമാനൻ എന്ന മാസിക, ഇവിടെ തെറ്റാണേ. യജമാനൻ, പെട്ടെന്ന് എന്താ അത് മാറിപ്പോയോ എന്ന് വിചാരിച്ചു. യജമാനൻ എന്ന മാസിക വാഗ്ഭടാനന്ദന്റേതാണ്. നമ്മൾ പഠിച്ചു അല്ലെ, വാഗ്ഭടാനന്ദന്റേതാണ്. തിരുത്തണേ. വേലക്കാരൻ സഹോദരൻ അയ്യപ്പൻ, യജമാനൻ വാഗ്ഭടാനന്ദൻ. ഇനി വേലക്കാരൻ എന്ന പത്രം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പന്റേതാണ്. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവാണ് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് ഒക്കെ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത നമ്മുടെ VT ഭട്ടതിരിപ്പാട് അല്ലെ. VT ഭട്ടതിരിപ്പാട് എന്താ? VTയുടെ ഫുൾ ഫോം. VT ഭട്ടതിരിപ്പാട്, അതിൽ VTയുടെ ഫുൾ ഫോം എന്താ? വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. അദ്ദേഹം യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് 1908 കേട്ടോ. യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് 1908 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് എവിടെയാണ്? ആലുവയിലാണ് കേട്ടോ യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. പിന്നെ അതിന്റെ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് ഏത്? മംഗളോദയം. അതേപോലെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ആരുടേതാണ്? VTയുടേതാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 1929 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകം. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതേപോലെ രജനി രംഗം, കണ്ണീരും കിനാവും, ദക്ഷിണായനം വെരി ഇമ്പോർട്ടന്റ് ആണ്, ജീവിത സ്മരണകൾ, കരിഞ്ചന്ത, കർമ്മ വിഭാഗം, ഇതൊക്കെ ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അദ്ദേഹം യാചനായാത്ര നടത്തി. 1931 ഏപ്രിൽ മാസം 26-ാം തീയതി അദ്ദേഹം യാചനായാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യാചനായാത്ര നടത്തുന്നത്. യാചനായാത്ര തൃശ്ശൂർ മുതൽ എവിടെ വരെയാണ്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ കേട്ടോ. അതാണ് അദ്ദേഹത്തിന്റെ യാചനായാത്ര. നമ്പൂതിരിയെ മനുഷ്യനാക്കുക അല്ലെ, യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ് ഏത്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകമാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. നാടകത്തിൽ നിന്നാണ്. വർഷം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1929 അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. രജനി രംഗം, ദക്ഷിണായനം 2024 ഒരു ചോദ്യം ചോദിച്ചതാണ്. കർമ്മ വിഭാഗം 2024 ചോദിച്ചതാണ്. ജീവിതസ്മരണ, കരിഞ്ചന്ത, യാചനായാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 1931 കേട്ടോ. അടുത്തത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ജനനം പെരുന്നയിലാണ്. പ്രീവിയസ് ആണ്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ്. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ഭാരതകേസരി എന്നറിയപ്പെടുന്നു. അദ്ദേഹം 1924 സവർണ ജാഥ നടത്തി ഇല്ലേ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹം INCയിൽ അംഗമാകുന്നത് 1947 അദ്ദേഹം INCയിൽ അംഗമാകുന്നത്. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. താലികെട്ട് കല്യാണം നിർത്തലാക്കിയത്. പിന്നെ എന്തിനാ ഇപ്പൊ താലികെട്ടുന്നത് അല്ലെ. അന്നത്തോടെ അവസാനിച്ചതാണ്. എത്ര
താലികെട്ട് കല്യാണം നിർത്തലാക്കിയത്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് അല്ലെ, ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് അല്ലെ ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താ അല്ലെ വലിയൊരു നേതാവായിരിക്കും അല്ലേ. അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1966 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. വീട്ടിൽ എന്താ നമ്മൾ പറഞ്ഞ ജീവിത സ്മരണകൾ എന്ന് പറഞ്ഞു അല്ലെ. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താ? എന്റെ ജീവിത സ്മരണകള്. അദ്ദേഹം വിമോചന സമരം സംഘടിപ്പിച്ചു 1959. എന്തിനാ വിമോചന സമരം? പ്രശസ്തമായതാണ് അല്ലെ വിമോചന സമരം. EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തായിരുന്നു വിമോചന സമരം സംഘടിപ്പിക്കാൻ കാരണമായ വിഷയം? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന EMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ടാണ് അദ്ദേഹം വിമോചന സമരം നടക്കുന്നത്. ആ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്ന ഒരു വെടിവെപ്പാണ് ഏത്? ചെറിയതുറ വെടിവെപ്പ് കേട്ടോ. ചെറിയതുറ വെടിവെപ്പ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ജീവശിഖ യാത്ര നടത്തുന്നുണ്ട് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ യാത്ര സംഘടിപ്പിച്ചതും. ഓക്കെ, അപ്പോ അദ്ദേഹം NSS സ്ഥാപിക്കുന്നുണ്ട് 1914 അല്ലെ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചതും അന്നത്ത് പത്മനാഭനാണ് 1914. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത്. സവർണജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് 1924 വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. അദ്ദേഹം INC 1947 തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ആദ്യ പ്രസിഡന്റ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ താലികെട്ട് കല്യാണം നിർത്തലാക്കിയത്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് 1964 പത്മഭൂഷൺ പുരസ്കാരം. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്റെ ജീവിത സ്മരണ. EMS മന്ത്രിസഭയെ പുറത്താക്കാൻ വിദ്യാഭ്യാസ ബില്ലിനെതിരെ 1959 വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ചെറിയതുറ വെടിവെപ്പ് നടന്നു. അതിന്റെ ഫലമായിട്ട് EMS മന്ത്രിസഭ 1959 ജൂലൈ മാസം 31 EMS മന്ത്രിസഭ പിരിച്ചുവിട്ടു. ജീവശിഖ യാത്ര നടത്തി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. അദ്ദേഹം NSS സ്ഥാപിച്ചു 1914 അല്ലേ. അദ്ദേഹം മരിക്കുന്നത് എപ്പോഴാണ്? 1970 കേട്ടോ. 1970 അദ്ദേഹം മരണമടയുന്നത്. അടുത്ത നമുക്ക് നോക്കാം പണ്ഡിറ്റ് KP കറുപ്പൻ കേട്ടോ. അദ്ദേഹത്തിന്റെ ജന്മഗൃഹം നല്ല ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണേ. പണ്ഡിറ്റ് KP കറുപ്പന്റെ ജന്മഗൃഹം അറിയപ്പെടുന്നത് സാഹിത്യ കുടീരം എന്നാണ്. എന്താണ്? സാഹിത്യ കുടീരം എന്നാണ് അദ്ദേഹത്തിന്റെ ജന്മഗൃഹം അറിയപ്പെടുന്നത്. അദ്ദേഹം അരയ സമുദായത്തിൽ ജനിച്ച ആളാണ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം അംഗമായിരുന്നു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. പിന്നെ പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരാണ്. അപ്പോൾ 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അംഗമാവുന്നത്. അദ്ദേഹത്തിന് വിദ്വാൻ പദവി കൊടുത്തത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അദ്ദേഹത്തിന് കവിതിലക പട്ടം കൊടുത്തത് ആരാണ്? കൊച്ചി മഹാരാജാവാണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം, അതുപോലെ തന്നെ സാഹിത്യ നിപുണൻ എന്ന പദവിയൊക്കെ കൊടുത്തത് കൊച്ചി രാജാവാണ്. അദ്ദേഹം കല്യാണദായിനി സഭ സ്ഥാപിക്കുന്നത് 1912 കൊച്ചി പുലി മഹാസഭ സ്ഥാപിക്കുന്നത് 1913 അരയ സമാജം 1907 അരയ വംശോദ്ധാരിണി സഭ സ്ഥാപിക്കുന്നത്. ബാലസമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിക്കുന്നത് 1913 കായൽ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ബാലകലേശം എന്ന നാടകം അദ്ദേഹത്തിൻ്റെതാണ്. ബാലകലേശം എന്ന നാടകം, ഉദ്യാന വിരുന്ന് എന്ന കവിത. അദ്ദേഹത്തിന്റെ ചട്ടമ്പി സ്വാമികളുടെ മരണത്തെ തുടർന്നിട്ടാണ് അദ്ദേഹം സമാധി സപ്താഹം രചിക്കുന്നത്. ഓക്കെ, അതായത് ചട്ടമ്പി സ്വാമികളുടെ മരണത്തെ തുടർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? മരണത്തിൽ മനംനൊന്തിട്ടാണ് അദ്ദേഹം രചിച്ച കൃതിയാണ് ഏത്? സമാധി സപ്താഹം എന്ന് പറയുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ ഒന്നും കൂടി പറഞ്ഞുതരാം. സാഹിത്യ കുടീരമാണ് അദ്ദേഹത്തിന്റെ ജന്മഗൃഹം. അരയ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത്. അതേപോലെ തന്നെ
അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരാണ്. അദ്ദേഹത്തിന് വിദ്വാൻ പദവി കൊടുക്കുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. അദ്ദേഹത്തിന് കവിത്തിലക പട്ടം കൊടുക്കുന്നത്, അതേപോലെ തന്നെ സാഹിത്യ നിപുണൻ എന്ന പദവി കൊടുക്കുന്നതൊക്കെ കൊച്ചി രാജാവാണ്. കല്യാണ ദൈന്യ സഭ 1912 കൊച്ചി പുലയ മഹാസഭ 13 അരയ സമാജം 1907 അരയ വംശോദ്ധാരണി സഭ സ്ഥാപിക്കുന്നത്, ബാലസമുദായ പരിഷ്കാരി സഭ സ്ഥാപിക്കുന്നത്, കായൽ സമ്മേളനം 1913 സംഘടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകമാണ് ബാലകലേശം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതയാണ് ഉദ്യാന വിരുന്ന്. ചട്ടമ്പി സ്വാമികളുടെ മരണത്തെ തുടർന്നിട്ട് മനം നൊന്നിട്ട് അദ്ദേഹം രചിച്ചതാണ് സമാധി സപ്താഹം എന്ന് പറയുന്നത്. ഇദ്ദേഹം മരണപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചിട്ടാണ് കേട്ടോ. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതേപോലെ ജാതിക്കുമ്മി അദ്ദേഹത്തിൻ്റെതാണ്. മഹാസമാധി അദ്ദേഹത്തിൻ്റെതാണ്. ചിത്രലേഖ ഇതൊക്കെ ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിക്കുന്നത് സുഗതകുമാരിക്കാണ് കേട്ടോ. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിക്കുന്നത് സുഗതകുമാരിക്കാണ്. അതായത് 2013 ഈ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് കേട്ടോ. 2017 നമ്മുടെ അരവിന്ദനൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടൊക്കെയുള്ളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വരാൻ സാധ്യതയില്ലെങ്കിലും പറഞ്ഞേ ഉള്ളൂ. അടുത്തത് കുമാരഗുരുദേവനെ കുറിച്ച് നോക്കാം. പൊയ്കയിൽ യോഹന്നാൻ അല്ലെ, ഇത് പഠിക്കണം കേട്ടോ. ഇരവി പേരൂരാണ് കേട്ടോ അദ്ദേഹം. ഇരവി പേരൂർ എവിടെയാ? പത്തനംതിട്ട ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പുലയൻ മത്തായി എന്നറിയപ്പെടുന്നത് കുമാരഗുരുദേവനാണ്. അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് PRDS അല്ലെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് 1909 ആദ്യാർ ദീപം. മനസ്സിലായോ? ആദ്യാർ ദീപം. അതേ എന്താണ്? PRDSന്റെ മുഖപത്രമാണ് ഏത്? ആദ്യാർ ദീപം പറയുന്നത്. അതേപോലെ തന്നെ അടിലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എന്താ ഈ അടിലഹള? അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പ്രക്ഷോഭമാണ് ഏത്? അടിലഹള. അദ്ദേഹം, ഇതൊരു ചോദ്യമാണ്, 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്ത നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുമാരഗുരുദേവനാണ്. 21 31 കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ 3 ക്ലാസ്സുകൾ 10 മാർക്ക്. മനസ്സിലായോ? വെറും 3 മണിക്കൂർ. ഇന്നത്തെ ക്ലാസ്സിൽ 50 മിനിറ്റോളം ആയി അല്ലേ? 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരൊറ്റ ദിവസം മതി 3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ 10 മാർക്ക് അടിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പുതിയ SSCRT അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാവുക, വലിയേറെ കമന്റുകൾ താഴെ ഇടുക കേട്ടോ. ഓക്കെ ആണോ? താങ്ക് യു.